ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ നിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു യൂസ് കേസുമായിട്ടാണ്. ഈ യൂസ് കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, എക്സലിലോ എവിടെയെങ്കിലും ഒരു ഡാറ്റാ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ചില ലെറ്റേഴ്സൊക്കെ അപ്പറോ പ്രോപ്പറിലേക്കോ ലോവറിലേക്കോ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ എക്സലിൽ ഇപ്പോൾ എൻ്റെ അടുത്തുള്ള സാമ്പിൾ ഡാറ്റേൻ്റെ അകത്ത് ഈ സി കോളത്തിൽ കംപ്ലീറ്റ് ഒരു ഫുൾ നെയിമാണ്, ഒരു എംപ്ലോയി ഡാറ്റേൻ്റെ ഫുൾ നെയിമാണ്. എനിക്കിത് അപ്പറിലേക്ക് മാറ്റണം എന്ന് ടാസ്ക് എന്നെങ്കിൽ നമ്മൾ പൊതുവേ എല്ലാവരും ചെയ്തു വരുന്നത്, നമ്മളിപ്പോൾ എക്സലിൽ യൂസ് ചെയ്യുന്നത് എക്സലിൻ്റെ ഡിഫോൾട്ട് ഫംഗ്ഷനായ അപ്പർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റെസ്പെക്റ്റീവ് സെല്ലിനെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അപ്പറിലേക്കോ ലോവറിലേക്കോ കൺവേർട്ട് ചെയ്യുന്നൊരു ഫെസിലിറ്റിയാണ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്. നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ വേർഡും പവർ പോയിൻ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് പൊതുവെ എല്ലാവരും. അപ്പോൾ ഈ വേർഡും പവർ പോയിൻറ്റിലും ആണെങ്കിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഇവിടെ ബട്ടൺ ക്ലിക്ക് തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പറും ലോവറിലേക്കും കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് മൈക്രോസോഫ്റ്റ് തന്നിട്ടുണ്ട്, വേർഡിലും പവർ പോയിൻറ്റിലും. പക്ഷെ അത് ആ ഒരു ഫങ്ഷനാലിറ്റി നമ്മളെ ഈ എക്സലിൻ്റെ അകത്തില്ല. വേർഡിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു ലെറ്റേഴ്സ് കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് ലെറ്റേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഹോമിൽ തന്നെയുള്ള ടാബിൽ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം, ലോവറിലേക്കോ ക്യാപിറ്റലൈസ് ഈച്ച് ലെറ്ററോ എന്ത് വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും. ഇതൊരു ഈസി ടാസ്ക്കാണ്. അങ്ങനെ ഒരു ബട്ടൺ നമുക്ക് എങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കാം? അത് നമ്മളിപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ട് പല കോഡുകൾ ഉണ്ടെങ്കിലും അത് നമ്മളെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ ഏത് എക്സൽ എപ്പോൾ തുറന്നു കഴിഞ്ഞാലും ആ ബട്ടൺ നമ്മളായിട്ട് കസ്റ്റം ചെയ്ത് കിട്ടുന്ന ബട്ടൺസ് നമുക്ക് യൂസ്ഫുൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറാണ് നമ്മളിവിടെ പറയുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം മുമ്പത്തെ വീഡിയോ പോലെ തന്നെ ഡെവലപ്പർ ടാബിലേക്കാണ് ഞാൻ പോകുന്നത്. ഡെവലപ്പർ ടാബിൽ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് വിഷ്വൽ ബേസിക് എടുക്കുക. വിഷ്വൽ ബേസിക് എടുത്തിട്ട് നമ്മളൊരു മൊഡ്യൂൾ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന VBA കോഡ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, VBA കോഡ് നമ്മൾ ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ കോഡിൻ്റെ അകത്ത് ശ്രദ്ധിക്കുക, ഈ കോഡിൻ്റെ അകത്ത് 3 ഫംഗ്ഷനാലിറ്റി ആണുള്ളത്. ഒന്ന് അപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതാണ്, ഇത് പ്രോപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതാണ് ഒരു സെറ്റ് ഓഫ് കോഡ്, ഇത് ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ 3 സെറ്റ് കോഡാണ് ഈ VBAയിൽ നമ്മൾ ഈ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന ഫയലിനകത്തുള്ളത്. അതായത് നമുക്ക് 3 ബട്ടൺസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പർ, ലോവർ, പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 3 ബട്ടൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് ശേഷം ജസ്റ്റ് റണ്ണ് കൊടുത്തിട്ട് എക്സലിലേക്ക് വരിക. ഏതൊക്കെ സെല്ലാണോ വേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം അപ്പറിലേക്ക് റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ റണ്ണാവും. അപ്പോൾ നമ്മൾ ഇതൊരു മെത്തേഡാണ്, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറേ മാക്രോസ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ്ങും ഒരു മൾട്ടിപ്പിൾ എക്സലിൽ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റൈലും ആയിരിക്കും ഇത് കിടക്കുന്നത്. ഇതിപ്പോൾ എക്സൽ ക്ലോസ് ചെയ്തിട്ട് വേറൊരു എക്സൽ എടുത്തു കഴിഞ്ഞാൽ ഈ മാക്രോസ് ഇവിടെ വർക്ക് ചെയ്യില്ല. അതായത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതിൽ മാക്രോ ഒന്ന് കൂടുതൽ വർക്ക് ബുക്കിൽ ഉപയോഗിക്കേണ്ട ഒരു മെത്തേഡും കൂടെ നമ്മളിതിൽ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ജസ്റ്റ് ചെയ്യണത്, ഞാൻ ഈ ജസ്റ്റ് സാമ്പിൾ ഇവിടെ കോഡുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയതിന് ശേഷം, അതായത് ഇനി വേറെ ലോവറിലേക്കോ കൺവേർട്ട് ചെയ്യുന്നത് വർക്ക് ചെയ്യേണ്ടോ നോക്കാം. ലോവറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോഡുകൾ ഞാനൊന്ന് റൺ ചെയ്ത് ഒരു വട്ടം ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് ഈ ഫയല് സേവ് ആസ് കൊടുക്കുകയാണ്. സേവ് ആസ് കൊടുക്കുമ്പോൾ ബ്രൗസ് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിൽ ഞാനൊരു ടെസ്റ്റ് മാക്രോ എന്ന് പറഞ്ഞിട്ടൊരു എക്സലായിട്ടാണ് സേവ് ചെയ്യുന്നത്. സേവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എക്സൽ ആഡിൻ ആണ്. എക്സൽ ആഡിൻ XLSM, ഇത് തെറ്റിപ്പോരുത്. എക്സൽ ആഡിൻ XLAM എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനുള്ള ഫയലായിട്ട് നമ്മളിത് എവിടെയെങ്കിലും സേവ് ചെയ്യേക്കാം. നമുക്ക് സിസ്റ്റത്തിൽ എവിടെയാണോ സ്റ്റോറേജ് സ്പേസ് ഉള്ളത് വെച്ചാൽ അവിടെ ഈ ഒരു ഫയൽ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ പുതിയ എക്സലോ അല്ല എക്സിസ്റ്റിംഗ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സലോ വന്നിട്ട് എക്സൽ ആഡിൻ കൊടുക്കുക. ഓക്കെ, അതായത് ഡെവലപ്പറിൽ എക്സലിൽ ആഡിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ആഡിൻ കൊടുക്കുക. ഇവിടെ ബ്രൗസ് കൊടുക്കുക. ബ്രൗസ് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഈ സേവ് ചെയ്ത് വെച്ച ഫയൽ ബൈ ഡിഫോൾട്ടായിട്ട് ഇവിടെ വരും. കാരണം ഇവിടെ എക്സ്റ്റൻഷൻ ബൈ ഡിഫോൾട്ട് ചോദിക്കുന്നത് ആഡിൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ആഡിനായിട്ട് നമ്മളെ സിസ്റ്റത്തിലുള്ള ഫയലുകൾ ഇവിടെ ഫസ്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനിൽ വരും. ഓക്കെ, അത് ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മാക്രോ ഇവിടെ ആഡായി. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഡെവലപ്പർ ടാബിൽ തന്നെ നിന്നുകൊണ്ട് ഇതിൽ ശ്രദ്ധിക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം കസ്റ്റമൈസ് റിബൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇവിടെ കസ്റ്റമൈസ് റിബണിലേക്ക് പോവാം. കസ്റ്റം റിബണിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഡെവലപ്പർ ടാബ് കഴിഞ്ഞിട്ട് ഒരു ന്യൂ ടാബ് ആഡ് ചെയ്യാണ്. ആഡ് ന്യൂ ടാബ്. ഓക്കെ, ഈ ടാബിന് ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ്. മൈ ഡെവലപ്മെൻറ്റ് എന്നുള്ള പേരിലാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അടിയിൽ ഞാനൊരു ജസ്റ്റ് ഒന്ന് സബ് ചെയ്തിട്ട്
അപ്പർ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് നമുക്കിപ്പോൾ മാക്രോ അസൈൻ ചെയ്യണം. ഓക്കെ, മാക്രോ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് കമാൻഡ് ഫ്രം എന്നുള്ളിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ മാക്രോസ് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. ഈ മാക്രോസ് പോയി കഴിഞ്ഞാൽ അപ്പർ ലോവർ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടാവും. ഇവിടെ ഇപ്പം നമ്മൾ അപ്പറിൻ്റെ മാക്രോ നമ്മളിതിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മളിത് ഓക്കെ കൊടുക്കുകയാണ്, ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം മൈ ഡെവലപ്മെൻറ്റ് പോയാൽ കൺവേർട്ട് ടു അപ്പർ ടു ലോവർ കേസ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഇവിടെ ആഡായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഐക്കൺ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള മാതിരി സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ബാലൻസ് കിടക്കുന്ന കുറച്ച് ഡാറ്റ എടുത്തിട്ട് ഒന്ന് അപ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. കാരണം ബട്ടൺ ക്ലിക്ക് തന്നെ അപ്പറിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്. ഇനി ഇതേമാതിരി തന്നെ ഞാൻ ഈ കസ്റ്റം റിബണിൽ ഒന്നും കൂടെ പോയി കഴിഞ്ഞിട്ട് ബാക്കി രണ്ട് ഫംഗ്ഷനും കൂടെ ഞാനൊന്ന് ജസ്റ്റ് ആഡ് ചെയ്യാം. ഇതിലേക്ക് തന്നെ ഞാൻ ലോവറിൻ്റെതും ആഡ് ചെയ്യാണ്. ഓൾ മാക്രോ പോയി കഴിഞ്ഞിട്ട് ലോവർ ഞാൻ ആഡ് ചെയ്തു, പ്രോപ്പറും ഞാൻ ആഡ് ചെയ്തു. അങ്ങനെ 3 ഫംഗ്ഷൻ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ അപ്പർ എന്നുള്ള വേർഡ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഐക്കൺസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിന് സിമിലർ ഐക്കൺസ് ഒന്നും ഇതിൽ നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. ജസ്റ്റ് ഐക്കൺസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഐക്കൺ ആഡ് ചെയ്ത് കിട്ടും. ഞാൻ ജസ്റ്റ് ഒരു 3 ഐക്കൺ ഇവിടെ ആഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, 3 ഐക്കൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കണ്ടോ, നമ്മൾ ഇവിടെ ആഡ് ചെയ്ത VBA കോഡിൻ്റെത് 3 ഭാഗങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലോവർ കേസിലേക്കാണെങ്കിൽ ലോവർ കേസിലേക്ക്, അപ്പർ ടു പ്രോപ്പർ ആണെങ്കിൽ പ്രോപ്പർ. ഈ ഒരു ബട്ടൺ നമ്മളെ സിസ്റ്റത്തിൽ ബൈ ഡിഫോൾട്ടായിട്ട് കിടക്കും. ഇപ്പോൾ ഞാനൊരു പുതിയ ഒരു എക്സൽ വർക്ക് ബുക്ക് തുറക്കുകയാണെങ്കിലും ഓക്കെ, ഇത് ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക, കൺവേർട്ട് ടു അപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പർ വർക്ക് ചെയ്യും. അതായത് നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ ഏത് എക്സൽ തുറന്നു കഴിഞ്ഞാലും ഈ ഡിഫോൾട്ട് ഫീച്ചർ ഇവിടെ വർക്ക് ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ യൂസ് കേസുമായിട്ട് കാണും വരെ ബൈ.